നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 170 170. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 170. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. സർവകാമവരസ്യാഭി ഹരേ ശരണ ആസ്പദം അപാം വീരസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ. സർവകാമവരസ്യാഭി ഹരേ ശരണ ആസ്പദം അപാം വീരസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ. ഇതിന് വാക്കാർത്ഥം പറയാം. ഹരിയുടെ പാദം ഹരിയുടെ പാദം സകലങ്ങളായ അഭീഷ്ടങ്ങളെ വരിക്കുന്നതിനും ആസ്പദമാണ്. ഹരിയുടെ പാദകമലങ്ങൾ സകലങ്ങളായ അഭീഷ്ടങ്ങളെ വരിക്കുന്നതിന് ആസ്പദം. പിന്നെ ശുക്ലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണ്? സർവകാമവരസ്യാഭി ഹരേ ശരണപങ്കജം ആസ്പദം ശരണ ആസ്പദം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പിന്നെ എന്താണെന്നാ പറയുക, ഭാവാർത്ഥം പറഞ്ഞിട്ടില്ല, ഭാവാർത്ഥം പറയാനില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹരിയുടെ പാദം സകലങ്ങളായ അഭീഷ്ടങ്ങളെ വരിക്കുന്നതിന് ആസ്പദം. ജലത്തിനും ശുക്ലത്തിനും. എവിടെ ശുക്ലം? ശരീരത്തിലാണ്. ഇത് ശ്രദ്ധിക്കണം. ഇതാണ് പറഞ്ഞത് വ്യക്തിഗതമായ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇത് മനുഷ്യ ശരീരത്തിൻ്റെ ശാസ്ത്രമാണ് പറഞ്ഞത്, അല്ലാതെ കണ്ട് കൺകെട്ട് ജിമ്മിക്സൊന്നുമല്ല. ഇതറിയാതെ കണ്ട് നമ്മൾ ലക്ഷങ്ങൾ പൊടിച്ച് സപ്താഹ യജ്ഞവേദിയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് വ്യക്തിഗതമാണ്. ശരീരാന്തർഗതമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് കാരണം ചൈതന്യമാണ്. ആ ചൈതന്യം അവരവരുടെ ഉള്ളിലാണെന്ന് ഒരാചാര്യൻ പറയണം. അപ്പോൾ നമ്മൾ ആർക്കാ നേവൾക്ക് വയ്ക്കേണ്ടത്? നമ്മൾ ആർക്കാണ് പുഷ്പാഞ്ജലി കഴിക്കേണ്ടത്? ആർക്കാണ് നിവേദ്യം ചെയ്യേണ്ടത്? അവരവർക്ക്. ഇതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് ക്ഷേത്രങ്ങളുടെ കാര്യം തന്ത്രിമാരോട് ചോദിക്കാതെ കണ്ട് ഹൈക്കോടതി എങ്ങനെ ആനകളെ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പാടില്ല എന്നാണ് തന്ത്രി സമാജക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലുള്ള നീതിന്യായ വ്യവസ്ഥയിലാണ് ഹൈക്കോർട്ട് ഇൻ്റർഫിയർ ചെയ്യണത്. കാട്ടിലെ ജീവിയെ പിടിച്ച് ഗണപതിയാണെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയിട്ടുള്ളത്? ആന ഗണപതിയാണെന്ന് ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയിട്ടുള്ളത്? അതിൻ്റെ പുറത്ത് കയറ്റണം എന്നുള്ളത് ഈശ്വരി ദേവീ ദേവന്മാരെ ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ചാലേ ശരിയാവുള്ളൂ എന്ന് എവിടെ എഴുതിയിട്ടുള്ളത്? പരശുരാമൻ 12 ഇല്ലക്കാർക്ക് തന്ത്രം കൊടുത്തിട്ടുള്ള കേരളത്തിൽ ഇന്ന് എത്ര? മോർ ദാൻ 2000. ചോദിച്ചാൽ ഉത്തരം മുട്ടി പോകും അല്ലേ? അപ്പോൾ ഇതിനൊക്കെ കാരണം ഹിന്ദുക്കൾ ഒരിക്കലും ചേർന്ന് പ്രവർത്തിക്കില്ല. കാരണം എന്താ ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് പറയാൻ കാരണം? എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഉള്ളത്. ചിലർ ചോദിക്കും പട്ടാമ്പിക്ക് വന്നു. പട്ടാമ്പിക്ക് സ്വാർത്ഥ താല്പര്യമില്ല. ഇത് ഫ്രീ സർവീസാണ്.
ആദ്യം മുതൽക്ക് അധ്വാനിച്ച് പണം ഉണ്ടാക്കണം. സാധാരണക്കാരെ ചൂഷണം ചെയ്തിട്ടാവരുത്. പോട്ടെ, സമയം പോണു. അടുത്ത ശ്ലോകം 8. പുംസ ശിഷ്ണ ഉപസ്ഥസ്തു പ്രജാ അത്യാനന്ദ നിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. പുംസാ ശിഷ്ണ ഉപസ്ഥസ്തു പ്രജാ അത്യാനന്ദ നിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. ഇവിടെ ഞാൻ വാക്കാർത്ഥം പറയാം. ഇപ്പോൾ 7-നും 8-നും കൂടിയിട്ടാണ് ഭാവാർത്ഥം പറഞ്ഞിട്ടുള്ളത്. 7-ന് ഒറ്റയ്ക്കല്ല പറഞ്ഞിട്ടുള്ളത്. അത് DTPയിൽ വന്ന പ്രശ്നമാവാം. പക്ഷേ ഇവിടെ ബ്രാക്കറ്റിൽ 7-ഉം 8-ഉം 7-ഉം 8-ഉം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ആവട്ടെ, നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. എന്നാൽ പിന്നെ ഞാൻ ഒരു സോഷ്യൽ ക്രിട്ടിക്ക് എന്നുള്ളതിനെ പറ്റിയിട്ട് തിരുമേനിമാരെ പറ്റി പറഞ്ഞു എന്ന് മാത്രം. ക്ഷമിക്കണം ആർക്കെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ. അതായത് ഈ ശബരിമലയെ പോലുള്ള ക്ഷേത്രത്തിൽ തന്നെ മുമ്പേ ബ്രാഹ്മണ പൂജ ആയിരുന്നില്ല. അപ്പോൾ ചരിത്രത്തിനെ അപഹസിച്ചുകൊണ്ട് നമ്മളൊന്നും പറയരുത്. ചരിത്രത്തെ അപഹസിക്കരുത്. കേരളത്തിൽ ഏതെല്ലാം അമ്മക്കാവുകളുണ്ട്, ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു തുച്ഛം ശതമാനമേ ആദ്യം മുതൽ തന്നെ ബ്രാഹ്മണ പൂജ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർണരാണ് പൂജിച്ചിട്ടുള്ളത്. പിന്നെയാണ് ഇവരുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പറയുന്നു, പുരുഷൻ്റെ ശിശ്നം ഉപസ്ഥമാകട്ടെ, അതായത് മലവിസർജനത്തിനുള്ളതും മൂത്രവിസർജനത്തിനുള്ളത്, പ്രജാർത്ഥമുള്ള അത്യാനന്ദഹേതുകമായ സുഖത്തിനും. ഇത് വ്യാസരാണ് എഴുതിയതെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? പ്രജാർത്ഥം, പ്രജകളെ അർത്ഥിച്ചിട്ട് മാത്രമേ ഓജസ് വീര്യദാനം നടക്കാൻ പാടുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. തെറ്റി നമ്മൾ. വീര്യദാനം. അപ്പോൾ സ്കൂളിലും കോളേജിലും പോണ കുട്ടികൾ അച്ഛനും അമ്മയും ആവണത് എന്തുകൊണ്ടാണ്? ഇത് പഠിച്ചിട്ടാണോ? അല്ല. ഇത് പഠിച്ചാൽ അമ്മ അതിന് പശക വരുമോ? ഇല്ല. ഞാൻ എഴുതത്തെ. ഈ സിനിമ ഫീൽഡിലുണ്ടായിട്ടുള്ള അപഖ്യാതി, രാഷ്ട്രീയത്തിലുള്ള അപഖ്യാതി, ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ പറഞ്ഞു, അത്യാനന്ദഹേതുകമായ സുഖത്തിനും പായുവെന്ന ഇന്ദ്രിയം യമനും മിത്രനും ആണ്. അതായത് വിസർജനത്തിനും അർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ കാര്യം പിടികിട്ടും. ഈ ഹരിയുടെ പാദം സർവാഭീഷ്ടവരങ്ങളെയും കൊടുപ്പാനുള്ള സ്ഥാനമാകുന്നു. ഇതറിഞ്ഞാൽ ആൾക്കാർ ഭജിക്കാതെയിരിക്കില്ല. ഇത് പറയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഭജിക്കണത്? സർവാഭീഷ്ടവരങ്ങളെയും. അതിലുള്ളതാണ് അതൊക്കെ. ഈ പുരുഷൻ്റെ ശിശ്നം, ഇന്ദ്രിയാധിഷ്ഠാനം, ജലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും സ്ഥാനമാണ്. ആ പുരുഷൻ്റെ ഉപസ്ഥം, അതായത് ഇന്ദ്രിയം, സന്താനമുണ്ടാവാൻ വേണ്ടിയുള്ള സംയോഗാവസരത്തിൽ അനുഭവപ്പെടുന്ന താപനിവൃത്തിക്കും സ്ഥാനം. എന്താ താപനിവൃത്തി? ഉള്ളിലുള്ള ചൂടാണ് പോണത്, ഉള്ളിലുള്ള ഓജസ്സാണ് പോണത്. ഇതറിയണില്ല നമ്മൾ. അനുഭവപ്പെടുന്ന താപനിവൃത്തിക്കും സ്ഥാനമാകുന്നു. ഹേ നാരദമണി, ഭഗവാന്റെ പായുവെന്ന ഇന്ദ്രിയം യമനും മിത്രനും മലവിസർജനത്തിനും സ്ഥാനമാകുന്നു. മിത്രാണ്. ഇപ്പോൾ ഈ മലബന്ധം ഉണ്ടായാൽ ബുദ്ധിമുട്ടായി.
ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ദ്രിയൻ യമനും മിത്രനും മലവിസർജനത്തിനും സ്ഥാനമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വ്യക്തിഗത അല്ലാന്നെങ്ങനെയാണ് സാധാരണക്കാരൻ പറയാം? വ്യക്തിഗത ആണെന്നുള്ളതാണ് വാസ്തവം. അത് സൂര്യൻ്റെ താഴെ എല്ലാ ആൾക്കാരും ഇതിനെ മാനിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധക. ഇത് ബാധിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് മലമൂത്ര വിസർജനം മലമൂത്രം വിസർജിക്കാതെ ഉണ്ടിരിക്കണില്ലല്ലോ. അപ്പോൾ പ്രീച്ച്ഹുഡ് സനാതന ധർമ്മിസ്റ്റുകൾ കൂടുതൽ ശ്രദ്ധിച്ച് വ്യാഖ്യാനിക്കണം ഇതിനെ. അപ്പോൾ ഈ ഇതര പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആൾക്കാർ കുത്തി ഒഴുകുന്ന പോലെ ഇത്രയും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പ്രകരണം വായിക്കാനിടയായാൽ ബുദ്ധിയുള്ളവരൊക്കെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ആൾക്കാർ എത്ര ശതമാനം ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്? അടുത്ത ശ്ലോകം 9. ഹിംസായാ നിര്യതേർമൃത്യോർനിരയസ്യാഗുദസ്മൃതാ പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമാം. ഹിംസായാ നിര്യതേർമൃത്യോർനിരയസ്യാഗുദസ്മൃതാ പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമാം. ഗുദം എന്ന സ്ഥാനം ഹിംസയ്ക്കും നിര്യതിക്കും മൃത്യുവിനും പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും കാരണമാകുന്നു. അതിന് ഭാവാർത്ഥം ഭഗവാന്റെ ഗുദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കരുത് അതെങ്ങനെയാവുക എന്നുള്ളത്. തത്വമസി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇതിന് എതിര് പറയില്ല. ഭഗവാന്റെ ഗുദം നാഭിക്ക് താഴെയുള്ള ദ്വാരം ഹിംസയ്ക്കും മൃത്യുവിനും നരകത്തിനും സ്ഥാനമാകുന്നു. അതാണ് പള്ളക്കടിക്കരുത് പറയും. വയറ്റിലൊരു കുത്തുകുത്തിയാൽ തീരും നമ്മൾ. അപ്പോൾ ഭഗവാന്റെ പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും സ്ഥാനമാകുന്നു. നമ്മുടെയും അത് ഭഗവാന്റെ അല്ല, പുരുഷൻ്റെ എന്ന് പറയണം. ഭഗവാന്റെ എന്ന് പറഞ്ഞ അർത്ഥം മാറി അല്ലേ? പിന്നെ 10. നാഢ്യോ നദനധീനാം തു ഗോത്രാണാം അസ്തി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ചാം. നാഢ്യോ നദനദീനാം തു ഗോത്രാണാം അസ്തി സംഹിതാം അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ചാം. ഇവിടെയും അതെ 10ഉം 11ഉം കൂടിയിട്ടാണ് അർത്ഥം പറയുന്നത്. പക്ഷേ ചെറിയ രീതിയിൽ വാക്കിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാം. നാഢ്യ എന്ന് പറഞ്ഞാൽ നാഡികൾ. നദനദീനാം നദങ്ങൾക്കും നദികൾക്കും. നദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങളെന്ന് അർത്ഥം വരും. അതായത് അസ്ഥി സംഹതി എന്ന് പറഞ്ഞാൽ എല്ലും കൂട്ടം. ഗോത്രാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് ഗോത്രത്തിലാണെന്ന് ചോദിക്കണ അർത്ഥത്തിലല്ല, മലകൾക്കെന്ന. സംസ്കൃതത്തിൽ ഒരേ വാക്ക് പലതരം അർത്ഥങ്ങളൊക്കെ ബാധകമാണ്. അപ്പോൾ മലകൾക്കും അവ്യക്തമായ രസത്തിനും സമുദ്രങ്ങൾക്കും അവ്യക്തമായ രസം ഇന്നതാന്ന് പറയാൻ പറ്റില്ല പ്രളയത്തിനും ഹേതുവാകുന്നു. ഇനി 11ാമത്തെ ശ്ലോകം, അതിൽ ഒരു വരിയുള്ളൂ. ഉദരം വിദിതം പുംസോ ഹൃദയം മനസപദം. ശ്രദ്ധിക്കണം. ഉദരം വിദിതം പുംസോ ഹൃദയം മനസപദം. അതിന് ചില വാക്കിന് അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. പുരുഷൻ്റെ വയറ് ഹൃദയസ്ഥാനം, മനസ്സിൻ്റേത് ഹൃദയസ്ഥാനം സ്ഥാനം എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് മധ്യയില്ല. അപ്പോൾ 10ഉം 11ഉം കൂടിയിട്ടാണ് ഇവിടെ ഭാവാർത്ഥം പറയുന്നത്. പുരുഷൻ്റെ ഞരമ്പുകൾ നദികൾക്കും സ്ഥാനമാനമാകുന്നു. ഇവൻ്റെ എല്ലിൻ കൂട്ടം മലകൾക്ക് സ്ഥാനമാകുന്നു. ഈ പുരുഷൻ്റെ വയർ മുഖ്യമായ രസത്തിനും സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനും സ്ഥാനമാകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്
ഇല്ലേ? ലൂസ് മോഷൻ വന്നാൽ ശരീരത്തിലുള്ള വെള്ളം പോവുക. അപ്പോൾ എന്ത് ചെയ്യണം? വെള്ളം ധാരാളം കുടിക്കണം. ഇതാവണ്ടാണ് പറഞ്ഞത്, ഇതൊരു ശാരീരിക ആയുർവേദത്തിനേക്കാൾ മേലെ എന്ന് പറയണം. അപ്പോൾ 10ഉം 11ൻ്റെയും അർത്ഥമായി സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനും സ്ഥാനമാകുന്നു എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകം. ധർമ്മസ്യ മമതുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യ ആത്മപരായണം. ധർമ്മസ്യ മമതുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യ ആത്മപരായണം. ധർമ്മത്തിനും നിങ്ങൾക്കും, കുമാരന്മാർക്കും, ഏതു കുമാരന്മാർക്ക്? സനൽകുമാരന്മാർക്ക്. പരമേശ്വരനും വിജ്ഞാനത്തിനും സത്വത്തിനും പരൻ്റെ പരമമായ സ്ഥാനമാകുന്നു. ചിദാനന്ദ ഗുഹയിൽ ഇരിക്കുന്ന ചൈതന്യം. അതിൻ്റെ ആഖ്യാനം, ആ പരമപുരുഷൻ്റെ ചിത്തം ധർമ്മത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾക്കും എനിക്കും നിങ്ങൾക്കും സനകാദികളായ കുമാരന്മാർക്കും രുദ്രനും വിജ്ഞാനത്തിനും സത്വത്തിനും മുഖ്യസ്ഥാനമാകുന്നു. മുഖ്യസ്ഥാനം സത്വത്തിനും. ഇതിങ്ങനെ ഒഴുക്കമട്ടിൽ വായിച്ചാൽ പോരാ, അവരവർ മനനം ചെയ്യണം. അവരവർ മനനം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അന്തർധാരകളെപ്പറ്റി നമുക്കൊരു അവലോകനം ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ. ഇനി 13. അഹം ഭവാൻ ഭവശ്ചൈവാത ഇമേ മുനയോ അഗ്രജാ സുരാസുരനരാനാഗാ മൃഗസരീസ്യപാം. അഹം ഭവാൻ ഭവശ്ചൈവാത ഇമേ മുനയോ അഗ്രജ സുരാസുരനാഗാ മൃഗസരീസൃപാം. എന്താ അതിനർത്ഥം? ഇത് 4 ശ്ലോകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 13ാമത്തെ കഴിഞ്ഞു. ഇനി 14ാമത്തത്. ഗന്ധർവ അപ്സരസോ യക്ഷാരക്ഷോ ഭൂതഗണോ ഗണ ഉരുഗാം പശവസ്പിതര സിദ്ധാ വിദ്യാത് ശാരണാദ്രുമാം അന്യേ ച വിവിധാ ജീവാ ജലസ്ഥലനഭോഗസാം ഗ്രഹക്ഷ കേതവസ്താരാസ്തടിതസ്തനയിസ്നവാം സർവം പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഭവശ്ചയത് തേനേദം ആവൃതം വിശ്വം വിദസ്തേ മതിഷ്ഠതി. അങ്ങനെയാണ് 12, 13, 14, 15, 16 ആ ശ്ലോകങ്ങൾ 4 ഒന്നുകൂടി പറയാം. അഹം ഭവാൻ ഭവശ്ചൈവാതയമേ മുനയോ അഗ്രജാ സുരാസുരനരാനാഗാ മൃഗസരീസൃപാം ഗന്ധർവ അപ്സരസോ യക്ഷാ രക്ഷോ ഭൂതഗണോ ഉരഗാ പശവ പിതരസിദ്ധാ വിദ്യാദ്രാശരണാസ്ധ്രുമാം അന്യേ ച വിവിധാ ജീവാ ജലസ്ഥലനഭോഗസാം ഗ്രഹക്ഷകേതവസ്താരാസ്തടിതസ്തനയിത്നവാം സർവം പുരുഷയേ വേദം ഭൂതം ഭവ്യം ഭയശ്ചയത് തേനേതമാവൃതം വിശ്വം വിസ്തരസ്യാം വിദസ്തരിമതിഷ്ഠതി. ഈ 4 ശ്ലോകത്തിനും കൂടി ഭാവാർത്ഥം പറയുമ്പോൾ, ഞാൻ നീ ശ്രീരുദ്രൻ മുമ്പുണ്ടായ സനകാദികളായ മുനികൾ, ദേവന്മാരെ, അസുരന്മാരെ, മനുഷ്യരെ, നാഗങ്ങളെ, പക്ഷികളെ, മൃഗങ്ങളെ, പാമ്പുകളെ, ഗന്ധർവന്മാരെ, അപ്സരസ്ത്രീകളെ, യക്ഷന്മാരെ, രാക്ഷസന്മാർ, ഭൂതഗണങ്ങൾ, ഉരകങ്ങൾ, പശുക്കൾ, പിതൃക്കൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, വൃക്ഷങ്ങൾ, ജലത്തിൽ വസിക്കുന്ന മത്സ്യാദികളായ ജീവികളെ, സ്ഥലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ, ആകാശത്തിൽ വസിക്കുന്ന പ്രാണികൾ, മറ്റുമുള്ള അനേകവിധം ജീവികൾ, അശ്വതി മുതലായ നക്ഷത്രങ്ങൾ, ധൂമകേതു മുതലായ ഉൽപാദഗ്രഹങ്ങൾ, മറ്റുള്ള നക്ഷത്രങ്ങൾ, പ്രപഞ്ചം സകലവും ആ പുരുഷൻ തന്നെ
തൻ്റെ 10 അംഗുലം പരിമാണമുള്ള പ്രദേശത്താൽ അനേക ബ്രഹ്മാണ്ടങ്ങളെ വ്യാപിച്ചിരിക്കുന്ന ആ പരമപുരുഷനാൽ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പരമപുരുഷനിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല, പുരുഷൻ തന്നെ ഇത് സർവവും എന്ന് സാരം ഗ്രഹിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി 17ാമത്തെ ശ്ലോകം. സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസോ ഏവം വിരാജം പ്രതപസ്തപത്യന്തർബഹി പുമാൻ. സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസോ ഏവം വിരാജം പ്രതിപസ്തു പ്രതിസ്തപത്യത്യന്തബർഹി പുമാൻ. ഈ സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളുടെയും ഉള്ളിലും പുറത്തും ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അതിനെ സ്വാത്വിക വഴിക്ക് നമ്മൾ കൊണ്ട് നടന്നാൽ നമുക്ക് രക്ഷപ്പെടാം. രജോ ഗുണം തമോ ഗുണം മാറ്റണം. ഇനി 18. സ്വ അമൃതസ്യാഭയസ്യേഷോ യശസ്സോ എന്ന് പറയണം. മർത്യം അന്നം യദത്യഗാത് മഹിഷമൈഷായതോ ബ്രഹ്മൻ പുരുഷസ്യാദുരത്യയാൻ. അപ്പോൾ ദുരത്യയ അർത്ഥം പറയാം. അപ്പോൾ പറഞ്ഞു സോ സ അമൃതസ്യാഭയസ്യ. അതെ, ഈ സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ബഹിർഭാഗത്തുമുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു. പിന്നെയാണ് സോ അമൃതസ്യാഭയശേഷോ മർത്യമന്നം യദത്യഗാത് മഹിമൈഷാതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയാം. ഈ പുരുഷൻ ഭയമില്ലാത്തതായ തൻ്റെ ആനന്ദത്തിനും പ്രഭുവാകുന്നു. എന്തുകൊണ്ടെന്നാൽ മരണധർമ്മമുള്ള കർമ്മബലത്തെ അതിക്രമിച്ചിരിക്കുന്നവനാകുന്നു. ഹേ നാരദ, ആയതുകൊണ്ട് പുരുഷൻ്റെ ഈ മഹിമയ്ക്ക് അവധിയില്ല, അതിനെ തികച്ചും അറിയുവാൻ കഴിയുന്നതുമില്ല. അതായത് കോടാനുകോടി ക്ഷേത്രങ്ങളുണ്ട് ഭാരതത്തിൽ. അപ്പോൾ ആ ഭാരതത്തിൽ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ദേവീദേവന്മാരെ പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ദേവീദേവന്മാരൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് ശിവനും കൃഷ്ണനും എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കണം. ഇല്ലെങ്കിൽ എല്ലാം അപകടത്തിലേക്ക് പോകും. ഇനി 19. പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിവിദോ വിദു അമൃതം ക്ഷേമം അഭയം ത്രിമൂർധന അധായി മൂർധസു. പാദേഷു സർവഭൂതാനി പുംസാസ്ഥിതിവിദോ വിദു അമൃതാം ക്ഷേമമഭയം ത്രിമൂർധനോ അധായ മൂർധസു. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയാം. പുരുഷൻ്റെ പാദങ്ങളിൽ സകല ഭൂതങ്ങൾ എന്ന് ലോകനിലനിൽപ്പറിയുന്നവർ അറിയുന്നു. ലോക നിലനിൽപ്പിനെ അറിയുന്നവർ അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലേ? അപ്പോൾ അറിയുന്നവർ മരണമില്ലായ്മയെയും ക്ഷേമത്തെയും ഭയമില്ലായ്മയെയും 3 ശിരസ്സുള്ളവൻ മൂർധനി ശിരസ്സുകളിൽ ധരിച്ചിരിക്കുന്നു. അത് ശിരസ്സിൽ ലയിക്കാനുള്ളതല്ല. പിന്നെ ഇവിടെ ലയിക്കേണ്ടത് മനസ്സ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മനസ്സിൽ ലയിപ്പിക്കുമ്പോഴാണ് അതിന് സ്ഥിരത ഉണ്ടാവുന്നത്.
അപ്പോൾ പറയുണ്ടായി അപ്രജാനം പ്രജകളോട് കൂടാത്തവരുടെ ആശ്രമ യാതൊരു ആശ്രമങ്ങൾ ത്രിലോക്യാഹി ബഹി മൂന്ന് ലോകങ്ങളുടെയും പുറമേ മൂന്ന് പാദങ്ങൾ ബ്രഹ്മചര്യത്തോടു കൂടാത്തതായ ഗൃഹസ്ഥാശ്രമം മൂന്ന് ലോകത്തിൻ്റെ ഉള്ളിൽ അന്യപദമാകുന്നു അപര. അപ്പോൾ പുത്രോൽപത്തിക്ക് ഹേതുവായ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി ഇവരുടെ മൂന്ന് ആശ്രമങ്ങളും മൂന്ന് ലോകങ്ങളുടെ വെളിയിൽ പുറത്ത് പരംപുരുഷൻ്റെ മൂന്ന് പാദങ്ങളാകുന്നു. ബ്രഹ്മചര്യവ്രതമില്ലാത്ത ഗൃഹസ്ഥൻ്റെ ആശ്രമം മൂന്ന് ലോകത്തിനുള്ളിൽ ഭഗവാന്റെ ഒരു പാദമായി തീരുന്നു. അതായത് ത്രേതായുഗത്തിൽ, കൃതയുഗത്തിൽ, ഏത് യുഗത്തിലെന്നാൽ പിന്നെ കലിയുഗത്തിൽ. അപ്പോൾ ഏത് യുഗത്തിലാണെങ്കിലും നെയ്യും പുഷ്പവും ഊതുപത്തിയും ഒന്നുമില്ലാതെ കണ്ട് ഒന്നും നടക്കില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.